ഫൈനലി ഇന്ന് ഞങ്ങളുടെ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് ആണ് ഗൈസ്. പഠന ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കല്യാണ വീട്ടിൽ സദ്യ കഴിക്കാൻ പോകുന്ന വൈബോട് കൂടി അതേ മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ അങ്ങ് കയറി. അകത്ത് കയറിയപ്പോഴാണ് ഒരു പള്ളിപ്പെരുന്നാൾ വൈബായിരുന്നു ഗൈസ്. മാലബൾബും ബലൂണും ആൾക്കാരും തിരക്കും. വാ, എല്ലാ ഫുഡും കൂടെ ഒപ്പം കണ്ടപ്പോൾ നമുക്ക് ഒടുക്കത്തെ കൺഫ്യൂഷൻ ആയിരുന്നു. ഇതെടുക്കണം, എങ്ങനെ എടുക്കണം, എപ്പോൾ എടുക്കണം, എവിടെ നിന്ന് എടുക്കണം, അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഞങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി സാറ് തന്നെ ഞങ്ങൾക്ക് ഒരു പുഡിംഗ് അങ്ങ് സ്പോൺസർ ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി പുഡിങ്ങിന്റെ ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടേസ്റ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല. വായന്ന് പുഡിങ്ങിന്റെ ടേസ്റ്റ് അങ്ങ് കളയാനായിട്ട് കണ്ണൂരിലെ സ്പെഷ്യൽ ആയിട്ടുള്ള നുറുക്കിൽ എന്തൊക്കെയോ മസാല ഇട്ടുള്ള ഈ സാധനം ഞങ്ങളും കഴിച്ചു. അത് അത്യാവശ്യം കൊള്ളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റ് പിടിയും കോഴിയും, അത് കഴിഞ്ഞ് ഒരു മിനി ബർഗർ, ഒരു പ്ലേറ്റ് പാനിപൂരി, ഒരു സിംഗിൾ ബ്രെഡ് ഓംപ്ലേറ്റ്. ഇത്രയും കഴിച്ച് നിൽക്കുമ്പോഴാണ് ഇവർ ഡാൻസ് കളിച്ച് ഞങ്ങളെ കപ്പയും മീൻകറിയും വാങ്ങാൻ പ്രേരിപ്പിച്ചത്. അപ്പൊ പിന്നെ അതുകൂടെ അങ്ങ് കഴിച്ചു. മീൻകറിക്ക് ആവശ്യത്തിൽ കൂടുതൽ എരിവുണ്ടായോണ്ട് തന്നെ ഒരു ഹണി റോസ് ബോൾസ് ഗ്രേപ്പ് ജ്യൂസ് കൂടെ കുടിക്കേണ്ടി വന്നു. ഹൽവ പ്ലസ് മത്തിക്കറി കോമ്പിനേഷൻ ഫ്രീ ആയി കൊടുക്കുന്നത് കേട്ടപ്പോൾ അത് കഴിച്ച് വായിലെ ടേസ്റ്റ് വീണ്ടും കളഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗൈസ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നന്നായി കസ്റ്റമർ സർവീസ് ചെയ്യുന്ന ഒരു ചേട്ടനെ ഞാൻ കാണുന്നത്. ആളിടുന്ന ലെമൺ ടീ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സ്വന്തമായി കുടിച്ചു നോക്കി അതിൽ മധുരം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ആൾ കസ്റ്റമേഴ്സിന് കൊടുക്കൂ. പിന്നെ ഞങ്ങൾ ആ ലെമൺ ടീ ഒന്ന് വാങ്ങി കുടിച്ചു. കഴിച്ച് അവസാനം പിള്ളേർ കിടന്നു ഇരുന്നു നിന്നൊക്കെ കഴിക്കാൻ തുടങ്ങി. അലക്കി മത്ത് പിടിച്ചിരിക്കുന്ന കറക്റ്റ് ടൈമിൽ ഇതേ ഒരു വാഴയല്ലേ നടന്നു പോകുന്നത്. ഫുഡ് കഴിച്ച് എനർജി മൊത്തം പോയി കിടക്കുന്ന പിള്ളേരെ ഓണാക്കി എടുക്കാൻ വേണ്ടി യൂണിയന്റെ വക നല്ല കിടിലം പാട്ടുകളും യൂണിയൻ ഭാരവാഹികളുടെ വക നല്ല കിടിലം സ്റ്റെപ്പുകളോടും കൂടി നമ്മുടെ ഫുഡ് ഫെസ്റ്റ് അവസാനിച്ചു.